ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഡ്രസ് ഹോളുമായിട്ടാണ്. കോഡ് സെറ്റിന്റെ ഹോളാണ് കേട്ടോ. അതായത് ടോപ്പും ബോട്ടവും ഒരേ ഡിസൈനിൽ വരുന്ന ദുപ്പട്ട ഇല്ലാതെ ടോപ്പും ബോട്ടവും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സിന്റെ ഹോളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന ആമസോണിൽ നിന്നും മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. ടോട്ടൽ 5 പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഉള്ളത്. അതില് 3 പ്രൊഡക്റ്റ് മിന്ത്രയിൽ നിന്നും 2 ആമസോണിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. പ്രൈസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്ന് മിന്ത്ര എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ഓൾ അബൌട്ട് യു എന്ന ബ്രാൻഡിന്റെ ഒരു ലോങ് കോട്ട് സെറ്റ് ആണ്. ഇതിങ്ങനെ ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത്. കറക്റ്റ് പറയുകയാണെ കത്രിപ്പൂവിന്റെ കളറ്. ടോപ്പും ബോട്ടവും സെയിം ഡിസൈനിലാണ് വരുന്നത്. ഇങ്ങനെ ലാവണ്ടർ കളർ വന്നിട്ട് അതിലേക്ക് വൈറ്റ് കളർ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു സെമി കോളർ പോലത്തെ വീനെക്കാണ് കേട്ടോ വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നെക്കാണ് ഇത്. നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ നെക്കിന്റെ പോർഷനിൽ ചെറിയ രീതിയിൽ ഞുറിവും വരുന്നുണ്ട്. പ്ലേറ്റ് അടിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വന്ന് സ്ലിറ്റഡ് കുർത്തിയാണ്. പക്ഷെ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പം എ ലൈൻ പോലാണ് തോന്നിപ്പിക്കുന്നത്. കാരണം ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ലിറ്റ് അല്ല. അടിഭാഗം വരുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ വിരിഞ്ഞ പോലെ കിടക്കുന്നത്. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഞുറിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എ ലൈൻ പോലെ നമുക്ക് തോന്നിപ്പിക്കായിട്ട് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഈ പ്രൊഡക്റ്റ് എല്ലാം ഇട്ട വീഡിയോസും പിക്ചറും ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാവേ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഫോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ലാസ്റ്റിക് ആണ് മൊത്തം വരിക. ഇത് വന്ന് സെമി പാരലൽ സെമി പലാസ ബോട്ടം അങ്ങനെ പറയാവുന്ന ബോട്ടാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ ഇത്രയും വിട്തൊക്കെയാണ് വരുന്നത്. ഒരുപാട് വിട്ടില്ല, എന്നാൽ അത്യാവശ്യം വിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്ന പ്യുവർ കോട്ടൺ ആണ്. പ്രൈസ് വന്ന 999 രൂപയാണ്. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അടുത്തത് വന്ന മിന്ത്ര എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ഫാഷൻ ഫോർ വേൾഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഇങ്ങനെ ഗ്രീൻ കളർ കുർത്ത ആൻഡ് ബോട്ടം ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ. ഇതിലേക്ക് ബേജ് കളർ ഡിസൈൻ പോകുന്നുണ്ട്. ഇതും പ്യുവർ കോട്ടൺ ഒക്കെ തന്നെയാണ്. ഇതിന്റെ നെക്ക് വന്ന് റൗണ്ട് നെക്കാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈനും പിന്നെ ചെറിയൊരു മിറർ വർക്ക് ഒക്കെ പോകുന്നുണ്ട്. കൈ വന്ന് ഈ പറഞ്ഞ പോലെ 3/4 തന്നെയാണ് കേട്ടോ. ഇതിന്റെ കൈയുടെ തുമ്പത്തും ഇങ്ങനെ ചെറിയ രീതി മിററും പിന്നെ നെക്കിലുള്ള പോലെ തന്നെ ചെറിയ രീതിയിൽ എംബ്രോയിഡറി വർക്കും പോകുന്നുണ്ട്. മിഷ്യൻ വർക്കാണ് കേട്ടോ. ഈ ടോപ്പും സ്ട്രെയിറ്റ് കട്ടാണ് കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാവും, ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാവുമേ. ബോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ബോട്ടത്തിൽ ഇതുപോലെ ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഇത് സെമി പാരലൽ ബോട്ടമാണ്. അടിയിൽ വലിയ വീതിയൊന്നുമില്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ വെയർ ചെയ്ത പെൻസിൽ ബോട്ടം ഒക്കെ വെയർ ചെയ്യുന്ന പോലെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്ന 849 രൂപയാണ്. അടുത്തത് വന്ന ആമസോണിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും നോക്കി എടുത്താ കേട്ടോ. ബ്ലാക്ക് ആണ് കേട്ടോ ഈ കുർത്തി. ഇതിന്റെ വേറെ കളർ ഉണ്ട്, പർപ്പിൾ കളറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തത്. ഇതിങ്ങനെ ടോപ്പും ബോട്ടവും ഒരേ ഡിസൈൻ വരുന്നതാണ്. ഇതിന്റെ മെറ്റീരിയൽ വിസ്കോസ് ആണ് കേട്ടോ. വട്ടം ഇങ്ങനെ കഴുത്ത് വന്നിട്ട് ചെറിയൊരു ഫ്രണ്ടിൽ ചെറിയൊരു പി പോലെ അങ്ങനെ ഒരു കട്ട് വന്നിട്ട് അങ്ങനെ ഒരു നെക്കൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്ലെയിൻ സ്ലിറ്റഡ് കുർത്തി, സാധാ സ്ലിറ്റഡ് കുർത്തിയൊക്കെ പോലെ അത് തന്നെ സെയിം ബോട്ടവും അങ്ങനെയാണ് വരിക. പിന്നെ ഇതിന്റെ കഴുത്തിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇതിന്റെ അടിയിലായിട്ട് ഇങ്ങനെ തുമ്പത്തായിട്ട് ഇങ്ങനൊരു ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ. കൈ വന്ന് ഇങ്ങനെ 3/4 ആണ് ഉണ്ടാവുക. പിന്നെ തുമ്പത്തായിട്ട് ഒരു പടി ബ്ലാക്ക് കളർ പടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് ലൈസ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. പക്ഷെ കൈ കിട്ടിയപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ പടിയാണ് കേട്ടോ വെച്ചടിച്ചേക്കുന്നത്. ഞാൻ ഓർത്ത് ഈ ടോപ്പിന്റെ താഴെയുള്ള പോലെ തന്നെ ലൈസ് ആണ് ഈ കയ്യിലും അറ്റാച്ച് ചെയ്തേക്കുന്നതെന്ന് ഓർത്തേ. പക്ഷെ കൈ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പടിയാണ് കേട്ടോ. ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ലൈസ് ആണെങ്കിൽ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടായേനെ കേട്ടോ. പിന്നെ ഇതിന്റെ പ്രൈസ് വന്ന് 499 രൂപയാണ്. ആ പ്രൈസിന് ഇതുണ്ട് കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിന്റെ കുഴപ്പമാണ്. മെറ്റീരിയൽ ഒക്കെ വിസ്കോസ് ആണ്, കുഴപ്പമില്ല. വാഷ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ പോകുന്ന ഇഷ്യൂ ഒന്നുമില്ല. 499 രൂപയ്ക്ക് കുഴപ്പമില്ല. ഇതിന്റെ ഒരു പർപ്പിൾ ഷെയ്ഡും കൂടെ ഉണ്ട്.
എനിക്കിത് ടൈറ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ റിട്ടേൺ അയക്കുക. വയറിന്റെ അവിടെ ചെറിയൊരു പിടുത്തമുണ്ട്. അപ്പം ഇപ്പൊ കറക്റ്റ് ഫിറ്റിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ ഒന്ന് വാഷും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് ഈ മെറ്റീരിയൽ. അപ്പൊ ചുരുങ്ങും കൂടെ ചെയ്തെങ്കിൽ ഒട്ടും ഇടാൻ പറ്റാതെ വരും. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കുക കേട്ടോ. ഞാൻ എന്റെ സൈസ് ലാർജ് ആണ്, അപ്പൊ ലാർജ് തന്നെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അപ്പൊ വയറിന്റെ അവിടെ എനിക്ക് ടൈറ്റ് ആണ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സൈസ് അപ്പ് എടുക്കുക കേട്ടോ. പിന്നെ ബോട്ടത്തിനെ കുറിച്ച് പറയുകയാണ്, അതും ഇങ്ങനെ ലാസ്റ്റിക് ആണ് വരിക. പിന്നെ പലാസ ബോട്ടാണ് കേട്ടോ. ഒരുപാട് ലൂസില്ല, എന്നാൽ അത്യാവശ്യം ലൂസ് ഉണ്ട്. പിന്നെ അടിയിൽ ഇങ്ങനെ ടോപ്പിന്റെ തുമ്പിൽ ഇങ്ങനെ അടിച്ച പോലെ തന്നെ ഒരു ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇട്ടിട്ട് ഭംഗിയൊക്കെ ഉണ്ട്. ആ പ്രൈസിന് ഇത് വർത്തായിട്ട് തോന്നി കേട്ടോ. ഡിസൈനൊക്കെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വന്ന് ആമസോണിൽ നിന്ന് തന്നെയുള്ളൊരു കോട്ട് സെറ്റ് ആണേ. ഇതിപ്പോ കാണിച്ചതിന്റെ അത്രയും ഇറക്കമില്ല കേട്ടോ. എനിക്കിത് മുട്ടിന്റെ ജസ്റ്റ് താഴെ വരെയാ നിൽക്കുക. അപ്പം ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ഇത് മുട്ടിന് മുകളിൽ നിൽക്കും കേട്ടോ. ഇത് വന്ന നല്ലൊരു കോട്ട് സെറ്റ് ആട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പ്യുവർ കോട്ടൺ ആ, പക്ക കോട്ടൺ ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു പിങ്ക് കളറിലാണ് വന്നേക്കുന്നത്. അതിലേക്ക് വൈറ്റ് കളർ ഡിസൈൻ ഫുള്ളും പോയിട്ടുണ്ട്. ഇത് പ്രിന്റ് അല്ല, അതിലെ ഡിസൈൻ, അപ്പൊ പോവൊന്നുമില്ല, നല്ലതായത് കണ്ടോ. പിന്നെ ഇതിങ്ങനെ ഒരു പഞ്ചാബി ടോപ്പും ബോട്ടം അങ്ങനെ ഒരു മോഡലിലാണ് ഇത് വന്നേക്കുന്നത്. ഇതിന്റെ അടിയിൽ ഇങ്ങനെ റൗണ്ട് കട്ടിങ് ആട്ടോ അടിയിലേക്ക് വന്നേക്കുന്നത്. ഞാൻ ഇവിടെ ഇട്ട പിക്ചർ ആഡ് ചെയ്തേക്കാം, അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ടോപ്പിന്റെ നെക്ക് വന്ന് ചൈനീസ് കോളർ നെക്കാണേ. ഇവിടെ ഇച്ചിരി ശകലം ഇവിടെ ഇച്ചിരി ഇറങ്ങിയ കേട്ടോ, ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് ഇച്ചിരി ഇറങ്ങിയ കിടക്കുക. അപ്പം അത് ഒന്നല്ല ഇത് കൂട്ടിയടിക്കണം, അല്ലെങ്കിൽ അകത്തൊരു ഇന്നർ ഇട്ട് വെയർ ചെയ്യണം. എനിക്ക് ഇച്ചിരി ഇറങ്ങിയ കേട്ടോ നിൽക്കുന്നതേ. നമുക്ക് ഇവിടെ ക്ലീവേജ് ഇച്ചിരി കാണുന്ന പോലെ അങ്ങനെ തോന്നും കേട്ടാ. പിന്നെ ഇതിന്റെ കൈ വന്ന് തുമ്പത്ത് ഇങ്ങനെ ഒരു പടി വന്നിട്ട് ഇങ്ങനെ ഒരു ഞുറിയാണേ. നല്ല കയ്യാ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ പഫ് സ്ലീവും ഒക്കെ പോലെ അങ്ങനെ നമുക്ക് തോന്നും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെയർ ചെയ്ത് കഴിയുമ്പോഴേ. ഇതിന്റെ ബോട്ടവും അതുപോലെ തന്നെയാണ്, പഞ്ചാബി ബോട്ടം പോലെ തന്നെയാണ്. വേസ്റ്റ് വന്ന് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ്. അടിയിൽ ഇങ്ങനെ ഇങ്ങനെ പടി വന്നിട്ട് ഈ കൈയുടെ പോലെ തന്നെയുള്ള അടി ഞുറിവൊക്കെ വന്ന പഞ്ചാബി ബോട്ടം പോലത്തെ ബോട്ടമാണേ. ഇതിന്റെ പ്രൈസ് വന്ന് 599 രൂപയാണേ. 599 രൂപയ്ക്ക് ഇത് നല്ല സാധനം കേട്ടോ, പക്ക നല്ല സാധനമാണ്. പ്യുവർ കോട്ടണും നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാ. അപ്പം ഒരു വെറൈറ്റി ആയിട്ട് വെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു കുർത്തിയാട്ടോ. അടുത്തത് വന്ന് മിന്ത്രയെന്നുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോ ഇത്രയും കാണിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതും ടോപ്പ് ആൻഡ് ബോട്ടാണ്. നല്ല ഇറക്കമുണ്ട്. സ്ലിറ്റഡ് കുർത്തിയാണ്. വിസ്കോസ് റയാനോ ആണ് മെറ്റീരിയൽ കേട്ടോ. എന്നാലും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കിട്ടുന്ന നല്ലൊരു മെറ്റീരിയലാ. ഇതൊരു ക്രീം കളർ കുർത്തിയാണ്. അതിലേക്ക് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രീന് അങ്ങനെയുള്ള ഡിസൈനാണ് കേട്ടോ പോയേക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മെറ്റീരിയൽ ആണെങ്കിലും ഇട്ടിട്ട് നല്ല സുഖമാണ് കേട്ടോ, വെയർ ചെയ്യാൻ നല്ല സുഖമാണ് ഇതിട്ടിട്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വീനക്കാണ് കേട്ടോ. നെക്കിന്റെ പോർഷനിൽ സ്കാൽപ്പ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൈ വന്ന് 3/4 ആണ്. അതിന് തുമ്പത്ത് ഇങ്ങനെ ഒരു ചെറിയ ക്രോഷോ ലേസ് ചെറുതായിട്ട് അറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ടേ. ഇങ്ങനെ ഒരു പലാസ ബോട്ടാണ് കേട്ടോ. നല്ല വീതിയുണ്ട് അടിയില്, ഇത്രയുണ്ട്. ഇതുണ്ടാവും, ലൂസ് പലാസ ബോട്ടാണേ. ഇതൊക്കെയാണ് ഇന്നത്തെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഈ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എനിക്ക് ഇതില് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ലാസ്റ്റ് കാണിച്ചതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. പിന്നെ ഫസ്റ്റ് വൺ കാണിച്ച ലാവണ്ടർ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എല്ലാം തന്നെ ഇഷ്ടമായിട്ടാണല്ലോ ഞാൻ എടുത്തത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക്, ഷെയറും കമന്റ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.